വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ കേരളത്തിൽ എല്ലായിടത്തും. ഇനി ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രോജക്ട് ഉണ്ടാവും. വേണമെങ്കിൽ ടൈറ്റിൽ ഇട്ടോ. അവർ പിരിഞ്ഞോ? ഓ മൈ ഗോഡ്. ആർജ അല്ല അർജ. ഇത് ഞങ്ങളുടെ ഓഡിയൻസ് എങ്ങനെ ഇത് കണ്ടു വലിച്ചെറിയൊട്ടിക്കും. അയ്യോ പട്ടിയോ? തുടങ്ങിയിരിക്കും 4 കാലുള്ള കോഴിക്ക് 4 കാല്. ഇവളുടെ നാട്ടില് കോഴിക്ക് 4 കാല. കുസ്തുരിമാൻ. ഹലോ നിങ്ങൾ രണ്ടുപേരും ഫ്ലോപ്പ്, രണ്ടുപേരും വരച്ചിട്ട് ആക്ഷൻ കാണിക്കുക. അതെന്തത്? ഞാന് റബേക്കയുടെ മറ്റേ ഹൽദി ഫംഗ്ഷൻ ഒരാളുടെ കോലം മനസ്സിലാവാത്ത രീതിക്ക് അന്നിട്ട ഞാനിട്ട ഡ്രസ്സ്, എന്റെ ഷൂസ് എല്ലാം നശിച്ചു. പറക്കുന്നളിയൊക്കെ അതൊക്കെ മറ്റേ നായികടോട്ടാണ് ഇവിടെ തിരിച്ചു വരുന്നത്. പേക്കോലൊക്കെ കളിച്ചു മറ്റേ കറണ്ടൊക്കെ ഇടിച്ചിട്ട് വരുന്നു. ഷൂസൊക്കെ കൈ പിടിച്ചു. ആക്ച്വലി നമ്മുടെ കളിവീട് സീരിയൽ കഴിയാറായോ? പുതിയ പുതിയ ടെസ്റ്റുകളായി ഞങ്ങൾ ആക്ച്വലി ടെലികാസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഞങ്ങൾ 2 months മുന്നേ എടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കള്ളത്തരങ്ങൾ വന്നത്. ഇത് റബേക്കയുടെ മാരേജില് നിതിന്റെ ഹെൽപ്പ് കൊറേ കാര്യത്തില് ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഹെൽപ്പ് ഇൻ ദ സെൻസ് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഈ പറഞ്ഞ അവക്കെല്ലാം ഓപ്പൺ ആയിട്ട് ആരോടെങ്കിലും സംസാരിക്കാൻ. അല്ല, ഞാൻ കല്യാണം ഉറപ്പിച്ച സമയത്ത് ആക്ച്വലി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എടോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതെല്ലാം ഞാൻ ചെയ്യും. അപ്പൊ ഞാൻ എടോ ഇവന്റ് ഇതെന്ന് തുടങ്ങണം, ഇവിടുന്ന് തുടങ്ങണം. അപ്പൊ ഞാൻ ഡ്രസ് പോലും എനിക്ക് തോന്നുന്നു ഇവളുടെ ഇൻവിറ്റേഷൻ കാർഡിൽ പോലും വിളിക്കാനുള്ള നമ്പർ എന്റെ ആയിരുന്നു. ആർക്കെങ്കിലും വിളിച്ച് അന്വേഷിക്കണം. എന്തായാലും എന്നെ വിളിച്ചാൽ കിട്ടില്ലല്ലോ. അപ്പൊ എല്ലാം ചൂസ് ചെയ്യുന്നതിനൊട്ട് അപ്പൊ പുള്ളിക്ക് ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്ന താൻ ചെയ്യോ. അപ്പൊ എനിക്ക് ഇച്ചിരി തലവേദന കുറഞ്ഞു കിട്ടില്ല. ഞാൻ താൻ ചെയ്യാന്ന് ചോദിച്ചപ്പോ ഓക്കെ. പിന്നെ ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞു. പിന്നെ നമ്മള് ഇത് നോക്കാൻ പോയി. അവിടെ ഇരുന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ആളെ വിളിച്ചു. ഇവിടെ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കി. അങ്ങനത്തെ ഒരു പേഴ്സണൽ ഫ്രണ്ടിൽ ഇപ്പൊ നമ്മുടെ ഫാമിലി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുമ്പോൾ ശ്രീധനാണേലും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കറിയാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴേക്കും അതൊരു നമ്മുടെ കുടുംബം നടക്കുന്ന ഒരു കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം. ഓക്കെ, പക്ഷെ ഞാൻ റബേക്കയുടെ മറ്റേ ഹൽദി ഫംഗ്ഷൻ അല്ല, അത് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ലേ ബീച്ചിലൊക്കെ വെച്ചിട്ട് ഹൽദി കം ഹോളി, അങ്ങനല്ല ഒരാളുടെ കോലം മനസ്സിലാവാത്ത രീതിക്ക്. അതെന്താ പറയാ, അതൊരു 2 മണിയായപ്പോഴേക്കും നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാളും വിപരീതമായിട്ട് ഒരു മഴ പെയ്യാൻ തുടങ്ങി. ഇല്ല, മഴ പെയ്തില്ല. അപ്പം എന്ത് ചെയ്യണം എന്ന് പറയാൻ അത് പറഞ്ഞു അതിനിപ്പോ എന്താ നമുക്ക് ഹോളി അതിനകത്ത് കളിക്കാതെ. പിന്നെ അടുത്ത കട്ടി ഇവിടെ എന്റെ പുതിയ അഡിഡാസിന്റെ ഷൂസ് വേണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ തരത്തൊന്നുമില്ല. ഇല്ല, ഞാൻ ആക്ച്വലി ഒന്ന് സ്കെച്ചേഴ്സ് അപ്പൊ എന്നോട് ചോദിച്ചു. ഞാൻ തരത്തൊന്നുമില്ല, എനിക്കറിയാം. അതവിടെ ഇട്ടിട്ട് അന്നിട്ട ഞാനിട്ട ഡ്രസ്സ്, എന്റെ ഷൂസ് എല്ലാം നശിച്ചു. നശിച്ചെന്ന് പറഞ്ഞത് ഇങ്ങനെ എടുത്തിടാൻ കൂടെ കൊള്ളൂലേ. എല്ലാരും ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പായോ ശരിക്കും എൻജോയ് അതിലെന്തെങ്കിലും ഉണ്ടായ ഇൻസിഡന്റ് ഉണ്ടോ ഭയങ്കര ഫണ്ണി ആയിട്ട്? ഇവന്റെ മുഴുവൻ കോമഡി ആയിരുന്നു. ഒരു ഇൻസിഡന്റ് പറ. ഇവർ രണ്ടുപേരും ഈ കളർ ഇട്ട് കളിക്കുന്ന കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് ചിലപ്പോ കളർ പോവില്ല, നാളെ രണ്ടുപേരും നിങ്ങൾ കറുത്തിരിക്കും. ഞാൻ എന്നിട്ട് ഈ കളി കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇമ്മീഡിയറ്റ്ലി പോയി കുളിച്ചു നനച്ച് വൃത്തിയായിട്ട് ഇവരെ ആരെയും കാണുന്നില്ല. എല്ലാം കൂടെ മറ്റേ കടലില് മറ്റേ വെള്ളത്തിൽ മുങ്ങി കളിക്കുക. ഞാൻ നോക്കിയപ്പോ ഉപ്പിലൊക്കെ കുളിച്ച് ഇവള് പോയ, അതായത് മറ്റേ പറക്കുന്നളിയൊക്കെ അതൊക്കെ മറ്റേ നായികടോട്ടാണ് ഇവിടെ തിരിച്ചു വരുന്നത്. അപ്പൊ ഞാൻ ശ്രീധനോട് പറഞ്ഞു നിങ്ങളെ കല്യാണമല്ലേ നാളെ, ഇങ്ങനെയാണോ നിങ്ങൾ നാളെ വരാൻ ഉദ്ദേശിക്കുന്നത്? അതായത് ലിറ്ററലി ഞാൻ അത് കുളിച്ച് വെച്ചിട്ട് എന്റെ മൊത്തം നീല കളറൊന്നും പോകുന്നില്ല. നമ്മള് നല്ല കളർ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ കളറിന്റെ അകത്ത് എണ്ണ എന്തൊക്കെ കിട്ടാവുന്ന സാധനങ്ങൾ അതെല്ലാം നമ്മളെ എടുത്തിട്ട് ഒഴിച്ചിട്ടുണ്ട്. കാരണം അവസാനം കേൾപ്പോഴേക്കും എങ്ങനെയും നശിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാം ചെയ്തത്. ഞാൻ തുടങ്ങിയപ്പോ ആക്ച്വലി പറഞ്ഞു നിങ്ങൾ കളിച്ചോളൂ, ഞാൻ ഓടിക്കോളാം, പക്ഷെ എന്റെ മുഖത്ത് തേക്കരുത്, നാളെ കല്യാണമാണ്. ഞാൻ അപ്പോഴും കളിച്ചോണ്ടിരിക്കുക. നമ്മുടെ ഇത് നോക്കണമല്ലോ. അപ്പൊ ഞാൻ ഇവർ രണ്ടുപേരോടും പറയും ഇപ്പൊ നിങ്ങൾ കുളിച്ചു കഴിഞ്ഞാൽ നാളെ പുറത്തേക്ക് ഇരിക്കും. ഞാൻ കുളിച്ചു കഴിഞ്ഞ് പുറത്തു വന്നപ്പോ ഒരു മനുഷ്യനും ഇല്ല. തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും കാണുന്നു ഇവള് മറ്റേ പേക്കോലൊക്കെ കളിച്ചിട്ട് മറ്റേ കറണ്ടൊക്കെ അടിച്ചിട്ട് വരുന്നു, ഷൂസൊക്കെ കൈ പിടിച്ചു. പക്ഷെ അത് നല്ല മെമ്മറി ആയിരുന്നു അല്ലേ? ഓക്കെ, സോ നിങ്ങൾ ഇത്ര നേരം സംസാരിച്ചതിൽ ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയതിലും ഖേദിക്കുന്നുണ്ടെന്ന് ഞാൻ പിന്നെ പറയാം. ഓക്കെ, നിങ്ങൾക്ക് ചെറിയ ടാസ്ക് തരാൻ പോവാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ സംഭവം ഇത്ര ഒന്നുമില്ല. നമ്മളൊരു ഒരു സംഭവം തരും, ഒരു സിനിമ പേര് തരും. വരച്ചടിക്കണം, അത് ഇപ്പത്തെ ആള് വരച്ച് കണ്ടുപിടിക്കണം. ഓക്കെ ഓക്കെ, ഇതിലാരാദ്യം ചെയ്യുന്നേ? ആദ്യം ഞാൻ ഓക്കെ,
ഓക്കെ സോ കത്തോളണി. ഇതില് കണ്ണും നോക്കിയൊന്നുമില്ല കേട്ടാ. ഓക്കെ ഇത് ഞാൻ പിടിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തോ, ഞാൻ ഇങ്ങനെ വെച്ചുതരാം. അപ്പൊ ഏതെങ്കിലും ഒക്കെ ഒന്ന് എടുത്തോ. എനിക്ക് കാണാമല്ലോ. ഇല്ല കാണാൻ പറ്റൂല. സിനിമ പേരാവാ, സീരിയൽ പേരാവാ, എന്തോ ആവാട്ടാ. ഇത്ര കോൺഫിഡൻസിൽ ഒരാള് പറഞ്ഞാ നോക്കാം. അതെ ഇരിക്കുമ്പോഴേക്ക് എന്താ പോലെ ആ വരക്കേ. ടൈം സ്റ്റാർട്ട്സ് നൗ. ഇതെന്താ? ഇത് പലതുമായിട്ട് പറയാം. ആന, മുട്ട, മായ, ആക്ഷൻ അല്ലേ, വരച്ച് കാണിക്കണം. ഒരു പേപ്പറോ എന്തെങ്കിലും കൊടുക്കും. ഇതിന് തീരില്ലെന്ന് തോന്നുന്നു. ഇത് ശരിയല്ല, ഇത് എഴുതി കാണിക്കുന്നു. എഴുതി കാണിക്കുന്നു. കഠിന കടോരമീ. ഇല്ല കല്ലോ, അണ്ടകടായിരിക്കും. ഹിന്ദി ഇതിൽ നോ ചീറ്റിംഗ് കേട്ടാ. എഴുതി കാണിക്കാം. മലയാളം എഴുതുന്ന എഗ്ഗിന്റെ അണ്ട. ഇത് ഞാൻ ഊഹിച്ച് കണ്ടുപിടിക്കണ. ഹലോ ഹലോ പിന്നണ്ടിരിക്കേ. ചന്ദ്രൻ. ഇത് ചന്ദ്രനാ. ഇത് സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉള്ളതിന്. കടലോ തിരയോ. ഇതെന്തുവാ? അത് ചന്ദ്രൻ. ഇത് ചന്ദ്രനാന്ന് പറഞ്ഞല്ലോ. ഹലോ ഓമനാളെ കൊണ്ട് പറഞ്ഞ പോയി. ഇനിയില്ല പാട്ടാണ് ഞാൻ പറഞ്ഞത്. നോ ചീറ്റിംഗ്. ഇപ്പം പാടിയ പാട്ടതല്ലേ? അതെ അതെ കറക്റ്റാ. നോ ചീറ്റിംഗ്. സിനിമ പേരാണോ? ചന്ദ്രനോ? തുടക്കോ? ഓക്കെ. അല്ല അല്ലേ? അല്ല ഞാൻ തെറ്റിക്കാനല്ലേ നോക്കുന്നു. ചന്ദ്രേട്ട ആരണ്ട് വിളിക്കുന്നതാണോ? എന്തിന്? ചന്ദ്രേട്ടൻ. ചന്ദ്രൻ. ചന്ദ്രൻ ഉദിക്കുന്ന അതൊന്നുമല്ലേ? അത് ശരിയാണ്. അല്ല ഞാൻ തെറ്റി വിചാരിച്ചു. അതല്ല അതല്ല അതല്ല. ആരാ? മമ്മൂട്ടിയോ മോഹൻലാലോ? അതെ സുരേഷ് ഗോപി. അതെ ആക്ഷൻ അല്ല. വരയണത് മനസ്സിലാക്കണം. നേരത്തെ തന്നെ സ്ലേറ്റിൽ ഇവിടെ വരച്ചിട്ട് ഡിസൈൻ വരച്ച ആളാ. സിനിമയല്ലേ? പാട്ടാണോ? ഇത് മറ്റേ സാധനം. പാട്ടാണോ? അങ്ങനെ അത് പറയണം. പാട്ടാണോ? അത് വരച്ച് മനസ്സിലാക്കി മിക്കി. അല്ല സീരിയലാണോ? ചന്ദ്രകാന്ത്. കൊറേ ഉണ്ട് ചന്ദ്രൻ. നമ്മുടെ ചാനലാണോ? ഏഷ്യാനാണോ? ചന്ദ്രയിൽ അലിയുന്നു ചന്ദ്രകാന്ത്. ഇത് പകുതി ആക്ഷൻ ആണ്. സിനിമയല്ല. ഭയങ്കര കഴിവന്നെ. പക്ഷെ ഞാൻ ആലോചിച്ച ചന്ദ്രനെ അലിയുന്നു ചന്ദ്രകാന്തം. ഇതില് ഈ സീരിയൽ അഭിനയിക്കുന്നവര് ഇത് ഏത് സീരിയൽ അഭിനയിച്ചു? ചന്ദ്രൻ അലിയുന്നു അല്ല അല്ല ഓമനാളെ കണ്ടു ഞാനാ പാടിയത്. നീ പാടി അങ്ങനെയും പാടാമല്ലോ പാട്ട്. ഓമനാളെ കണ്ടു ഞാൻ. അപ്പൊ അത് ചിലപ്പോ ഏതാണ്ട് ഒരേ മ്യൂസിക് അല്ലേ? ശ്രദ്ധിക്കണം. ഇത് അലിയുന്നതാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ വരുന്നത് വല്ല തിരമാല വല്ലതായിരിക്കും. ഇത് തുടച്ചോ? അതെ ചന്ദ്രൻ വരുമ്പോ തിരമാല പോകുന്നതൊക്കെ കാണും. ഓക്കെ ഇനി അടുത്തത് വേഗം വേഗം. അടുത്ത് നമ്മുടെ നിതിനാണ് ട്രൈ ചെയ്യാൻ. ഞാൻ തഗ്ഗൊന്നും പറയാതല്ല. ഞാൻ തഗ്ഗോട് തഗ്ഗ ആയിരിക്കും. ഞാൻ ഇപ്പം പ്ലാഞ്ചി പോയി കഴിഞ്ഞാൽ ഇവള് മരത്തിട്ട് അടിക്കും. അടുത്തേല് പറഞ്ഞത് എടുക്കട്ടെ? ഓക്കെ എടുത്തോ. ഇത്ര സിമ്പിൾ ആയിരുന്നോ? ഞാൻ അഭിനയിച്ച പടമാണോ? അല്ല ഞാൻ അഭിനയിച്ച പടമല്ലേ? ഞാൻ ഇഷ്ടംപോലെ പടം അഭിനയിച്ച പോലെയുള്ള നമ്മളെ പള്ളിക്കൂട സിനിമയല്ല. ഞാൻ കളിവിട് അനുമുന്ന സീരിയൽ. ഹലോ ഹലോ വരക്കട്ടെ 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 വരക്കട്ടെ. ഹലോ എന്താ ഇവിടെ? പട്ടിയോ? പട്ടിയല്ലേ പട്ടി. അതൊരക്കിരിക്കും 4 കാലുള്ള കോഴിക്ക് 4 കാല്. ഇവളുടെ നാട്ടില് കോഴിക്ക് 4 കാല. ഓക്കെ മാനാണോ? കുസ്തൂരിമാൻ. സൂപ്പർ. അതൊന്ന് കാണിച്ചേ. നിങ്ങൾ കാണണം കസ്തൂരിമാനിനെ. നിങ്ങൾ കാണണം. മാനിനെ കണ്ടില്ല എല്ലാരും.
ഓക്കെ, ഇനി അടുത്തത് റെബേക്ക. എന്റെ മോൻ മാലിന്യം വരയ്ക്കുന്നത് ഇങ്ങനെ, അതെന്താ? ഞാൻ അഭിനയിച്ച പടമാണല്ലോ. പടോ പടോ. ആ ഓക്കെ. അല്ല പക്ഷെ നിങ്ങൾക്ക് അറിയില്ല ഞാൻ അതിൽ അഭിനയിച്ച കാര്യം നിങ്ങൾക്ക് അറിയാൻ പാടില്ല. ഇത് കുറച്ച് പണിയുള്ള സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നീ പഴയതാണോ അല്ലേ? ഇത് പക്ഷെ എങ്ങനെ വരയ്ക്കുന്നുള്ളത് എനിക്കൊന്ന് അറിയണം. ഇത് കണ്ണാടി അല്ല കേട്ടോ. മൂങ്ങയാണോ? പക്ഷെ റബേക്ക പിന്നെ നന്നായി വരയ്ക്കുന്നുണ്ട്. 7 വരയ്ക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ പിന്നെ ഓക്കെ, ഇനി ലാസ്റ്റ് 7 എന്നുള്ളതിന്റെ ഇതാണ് സപ്ത. അതെനിക്ക് അറിയാം. ആ പിന്നെന്ത്? പക്ഷെ അങ്ങനെ വരയ്ക്കാൻ പാടില്ല, അങ്ങനെ കണ്ടുപിടിക്കാം. ഇനി ലാസ്റ്റ് ഇതിന്റെ ലാസ്റ്റ് ഞാനതിന്റെ അടുത്ത് ഇതിന്റെ ഇതിലേതെങ്കിലും ഒന്ന് എടുക്കും. ഇതിന് ഞാനിത് എടുക്കൂല. ഇല്ല ഇതാ എഴുത്തിലൂടെ കണ്ടുപിടിക്കും. ഇത് കണ്ടുപിടിക്കാം. എനിക്ക് അറിയണ്ടാവില്ല. ആക്ഷൻ അല്ല ഗൈസ്, ഇത് വരയിലാണ്. അത് വരയ്ക്കാൻ കിട്ടും. ഓടുന്നു, ഒരാൾ ഓടണം. അതെ, റൺവേ തുടക്കം, ഓട്ടം. ഹലോ, ഒളിമ്പിൻ അന്തോണി ആദം. മീശ വെച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്റെ അകത്ത്? ഇത് വെച്ചിട്ട് തുടങ്ങി. പാടില്ല പാടില്ല പാടില്ല. ഓടരുതമ്മ ഞങ്ങൾക്ക് ആളറിയാം. ഓടരുതമ്മ ആളറിയാം. അതുകൂടെ ഞാൻ കളിക്കട്ടെ. ഇത് ലാസ്റ്റ് ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടായിരുന്നതാണ്. പക്ഷെ റബീക്ക് കളിക്കുന്ന ആഗ്രഹം ഉള്ളതുകൊണ്ട് വേറെന്തോ പാടുള്ള കണ്ടുപിടിച്ച് വരുവാണ്. ഇത് നിനക്ക് കിട്ടുമായിരുന്നല്ലോ. ഞാൻ കാണിച്ചില്ലേ, കണ്ടുപിടിച്ചില്ലേ ഞാൻ. വരയ്ക്ക് എന്റെ ബുദ്ധി. സൗണ്ട് എഫക്ട് ഇതെന്താ? അക്കരെ മായിക്കട്ടെ. പാട്ടാണോ? സിനിമയാണോ? പ്രിയദർശനാണോ? അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല. പ്രിയദർശനാണെങ്കിൽ ഏതാ പടം ആണോ? ആണെങ്കിൽ എനിക്കറിയില്ല. പ്രിയദർശൻ സാറാണോ പടത്തിന്റെ? അതേന്ന് അക്കരെ നിരമാര്. അത് കഴിഞ്ഞു. ശ്രീനിവാസം മറ്റേ അറബി ഭാഷയൊക്കെ ഇട്ട് അതാ സിനിമയാണോ? അത് അക്കരെ 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 അതിനകത്ത് അറബി ഭാഷ കണ്ടാ ഞാൻ അക്കരെ വരച്ചപ്പോ മനസ്സിലായത് കേട്ടോ. നെടുമുടി വേണുവിന്റെ എനിക്ക് വന്നിട്ട് മുകേഷ് മറ്റേ അറബി പറഞ്ഞു കൊടുക്കല്ലേ. ഈ കളിയിൽ രണ്ടുപേരും ജയിച്ചിട്ടില്ല കേട്ടോ. അതെന്താ? നിങ്ങൾ രണ്ടുപേരും ഫ്ലോപ്പ്, രണ്ടുപേരും വരച്ചിട്ട് ആക്ഷൻ കാണിക്കുക. അതെന്തത്? ഞങ്ങളുടെ പടം വരെ എന്ത് അടിപൊളിയായിരുന്നു അറിയോ. പിന്നെയും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയതായിരുന്നു. കാരണം മാൻ അടിപൊളിയായിരുന്നു. മാൻ ഞാൻ കസ്തൂരി എന്നൊക്കെ എങ്ങനെ വരയ്ക്കൂടി? മണം എങ്ങനെ വരച്ചു കാണിക്കും? ഓക്കെ, സോ ഭയങ്കര ഹാപ്പി. നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ആ വൈബ് അടിച്ച് അങ്ങ് സമയം പോയത് അറിയില്ല. ഇങ്ങനെ എന്തൊക്കെയോ തോന്നിയിരിക്കും. നിനക്ക് എങ്ങനെ തോന്നി? പറഞ്ഞു. ഞങ്ങൾ ഭയങ്കര ഹാപ്പി. ഞങ്ങൾ കുറെ നാളിന് ശേഷമാണ് ഒരുമിച്ച് ഇന്റർവ്യൂവിന് വരുന്നത്. അപ്പൊ ഇനി ആക്ച്വലി നമ്മുടെ കളിവീട് സീരിയൽ കഴിയാറായോ? ഒരിക്കലും ഇപ്പോഴൊന്നും കഴിയില്ല. ഇല്ല അല്ലേ? നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഇപ്പൊ ആൾക്കാർ വിചാരിക്കും എന്ത് വലിച്ചു അല്ല. അതൊന്നല്ല, വേറെ അതൊക്കെ ഞങ്ങള് കാലങ്ങളായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ. ഇപ്പൊ ആക്ച്വലി ടെലികാസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഞങ്ങൾ 2 months മുന്നേ എടുത്തതാ. അപ്പൊ അത്രയും മുന്നിലാണ്. അതാ പറഞ്ഞത് ഞങ്ങള് ഇപ്പൊ എന്താ ഷൂട്ട് ചെയ്യണേന്ന് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞാ അറിയില്ല. ഓ അത് ശരിയാ. 2 മാസം, ഇനി 2 മാസം കഴിഞ്ഞിട്ട് അത് ഇറങ്ങുള്ളൂ അല്ലേ? അപ്പൊ ഞങ്ങളത് പറഞ്ഞാൽ ശരിയാവില്ല. ഒരിക്കലും ശരിയാവില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും കള്ളത്തരങ്ങൾ മാത്രം പോയത്. ഇപ്പൊ പറയട്ടെ, അത് ഇത് റബേക്കയുടെ ആ സീരിയൽ കസ്തൂരിമാനിൽ ഇപ്പൊ നിങ്ങളുടെ പേര് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. എനിക്കറിയാം, ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. ഓ മൈ ഗോഡ്, ഹിറ്റ് ആയിരുന്നു. അപ്പൊ അതിനുശേഷം ഇപ്പൊ നമ്മുടെ സൂര്യയിൽ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു സീരിയൽ ചെയ്യുമ്പോൾ ആ പേരും ഇപ്പൊ ഇതിനാണ് വരുന്നത്. ഇത് ഹിറ്റ് ആവുമോ, അല്ലെങ്കിൽ എന്റെ ഓൾറെഡി ഉണ്ടായിരുന്ന എന്റെ ആ ഒരു ഇത് പോവുമോ എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നോ? അല്ല, ടു ബി ഫ്രാങ്ക്, ലൈക്ക് ആദ്യം വന്ന സമയത്ത് ഒരു 4-4.5 കൊല്ലം നമ്മള് ഒരു പെയർ തന്നെയായിട്ടാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ പുള്ളി തന്നെയാണ് ആക്ച്വലി നെക്സ്റ്റ് കളിവീട് വന്നപ്പോഴും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പുള്ളി ഇല്ല, കുറച്ച് ബ്രേക്ക് എടുക്കാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊറേ നോക്കി ആര് വരും. അപ്പൊ നിതിനാണ് വരുന്നത് വെച്ചാൽ, അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ മൈൻഡ് സെറ്റ് ചെയ്തിരുന്നത് നമ്മൾ ഒരാളുടെ കൂടെ മാത്രം അഭിനയിക്കുമ്പോൾ നമ്മൾ ആ ആളുമായിട്ട് മാത്രം സെറ്റ് ആയി. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഈ കുട്ടിക്ക് ഈ പക്ഷെ അങ്ങനെ പറ്റില്ലല്ലോ. നമ്മള് എല്ലാവരുമായിട്ട് സിങ്കായി പോണം. അപ്പൊ ഓക്കെ, ആരാണെങ്കിലും വരട്ടെ. അപ്പൊ എനിക്ക് അപ്പോഴും പുള്ളിയാണെന്ന് അറിഞ്ഞിട്ടുമില്ല. ഞാനൊരു 4-5 മാസം കണ്ടാണ്
ഞങ്ങളുടെ സീരിയല് എനിക്കൊക്കെ നേരത്തെ ഷൂട്ട് തുടങ്ങി. അതില് കോമ്പിനേഷൻ അതുണ്ടായിരുന്നില്ല. ഇല്ല, ആദ്യം പൈലറ്റ് എപ്പിസോഡ് ആയിരുന്നു. 5-6 എപ്പിസോഡിൽ പുള്ളി ഇല്ല. 5-6 എപ്പിസോഡിൽ നായിക മാത്രമേ ഉള്ളൂ. അപ്പൊ 5-6 എപ്പിസോഡിന്റെ ഷൂട്ട് പൈലറ്റ് ആദ്യമേ എനിക്ക് തോന്നുന്നു ഒരു ഏപ്രിൽ തുടങ്ങിയായിരുന്നു. എനിക്ക് ജനുവരിയിൽ കസ്തൂരിമാൻ കഴിഞ്ഞു, ഏപ്രിൽ കളിവീട് തുടങ്ങി. അപ്പൊ എനിക്ക് ആകെ ഷോർട്ട് പീരീഡേ ഉണ്ടായിരുന്നുള്ളൂ ബ്രേക്ക്. അപ്പൊ അത് കഴിഞ്ഞ് കാവ്യെന്നുള്ള പൂജയിലോട്ട് വന്ന് ഏപ്രിൽ തുടങ്ങി. നിങ്ങൾ എപ്പോഴും ജോയിൻ ചെയ്തു? ഒക്ടോബറിലാന്ന് തോന്നുന്നു. സെപ്റ്റംബർ. ഏപ്രിലാണ് വരുന്നത് കളിവീട്ടില്. ഏപ്രിൽ അല്ല, അത് അതിനിടെ കോവിഡ് വന്നു. ഏപ്രിൽ സീരിയലോ ഞാൻ കളിവീട് ജോയിൻ ചെയ്യണമെന്നൊന്നും ഞാൻ തീരുമാനിച്ചില്ല. ഞാനിങ്ങനെ എങ്ങനെ സ്കിപ്പ് അടിച്ച് പോവാം, ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് കോവിഡ് വന്നു. പിന്നെ അവിടെ എല്ലാവർക്കും കോവിഡായി. പിന്നെ സ്കെഡ്യൂൾ ബ്രേക്ക് ചെയ്തു. അത് കഴിഞ്ഞ് മൊത്തത്തിൽ ലോക്ക്ഡൌൺ ആയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഷൂട്ട് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് പുള്ളി ജോയിൻ ചെയ്യണേ. അപ്പോഴാണ് എന്നെ ഈ പറഞ്ഞ ചാനലിൽ ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഒരു ദിവസം ഞാനിങ്ങനെ ഷോ ചെയ്തോണ്ടിരിക്കും. നമ്മുടെ സൂര്യനിൽ തന്നെ അരമ്പള സാരം ഷോ ചെയ്തോണ്ടിരിക്കുമ്പോഴേക്കും ചാനലിലെ ഹെഡ് എന്നെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് അന്ന് ഞാനൊരു വൈറ്റ്, അന്നും ഈ പറഞ്ഞ ഞാനും റേജിനും പറ്റാത്ത മുട്ട് കളിച്ചോണ്ടിരിക്കുക. അപ്പൊ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടോണ്ടിരിക്കുന്നുണ്ട്. സ്പെഷ്യലിസ്റ്റുകളാണ്. ഇനി നാട്ടിലെന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവര് വിളിച്ചാൽ ഒന്നും വേണ്ടല്ലോ, രണ്ട് കോട്ട് കൂട്ടിയാ വലത്തോട്ട് 2 ഇടത്തോട്ട് 2. അപ്പൊ അത് തോന്നുന്നു. അപ്പൊ എന്നോട് ഇപ്പൊ ഞങ്ങളുടെ പ്രൊഡ്യൂസറും ഞങ്ങളുടെ ക്രിയേറ്റീവ് ഹെഡും ഒക്കെ, ക്രിയേറ്റീവ് ഹെഡ് എനിക്കൊന്ന് മാർച്ചിലും കണ്ട് എന്നെ വിളിച്ച് സംസാരിച്ചു. അന്നേരം നമ്മള് സൂര്യയാണെന്ന് ഒരിക്കലും അറിയുന്നില്ല. അന്ന് സൂര്യയാണെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. എന്നോട് പറഞ്ഞില്ല. എനിക്കറിയായിരുന്നു. എന്നോട് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞപ്പോഴേക്കും വേറെ 2 ചാനലാണെന്ന് പറഞ്ഞു. അപ്പൊ വേറൊരു ചാനലാണെങ്കിൽ ഈ വക്കീൽ എന്നുള്ള വേറൊരാളായിരിക്കും, പാട്ടുകാരനോ അങ്ങനെ കണ്ടാണെന്നാണ് പറഞ്ഞത്. എന്നോട് അങ്ങനെ പറഞ്ഞു. എന്തോ നടന്നു. അപ്പൊ ഞാൻ അന്ന് ആ ടൈമിൽ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും സൂര്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ ടു ബി ഫ്രാങ്ക് ആ ചാനലിന് പറയും ഞാനൊന്ന് ഹെസിറ്റേറ്റ് ചെയ്തു. കാരണം ആ സമയത്ത് ചാനലില് ബാക്കിയുള്ള സീരിയൽസിനൊന്നും റേറ്റിംഗ് ഒന്നും ഉണ്ടായില്ല. നമ്മുടെ കരിയർ നോക്കുമ്പോഴേക്കും ഒരു 50 എപ്പിസോഡ് 100 എപ്പിസോഡിലെല്ലാം മൈൻഡ് അപ്പ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ വേറൊരു ഷോയും ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. നമ്മൾ നമ്മുടെ കരിയർ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴേക്കും വേണ്ട, ഓക്കെ ഞാൻ ഇനി കുറച്ചുകാൾ അറിഞ്ഞ് ഇരുന്നാലും കഥ നല്ലത് വരുന്ന നോക്കിയിട്ട് മാത്രമേ എടുക്കുള്ളൂ എന്ന രീതിയിരിക്കും. പിന്നെ യാദൃശ്ചികമായിട്ടാണ് ഇവരുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നത്. ഈ ഡെല്ലയൊക്കെ എന്റെ കൂടെ ഷോയിലുണ്ടായിരുന്നു. അന്നേരം ഡെല്ല എന്നോട് പറയുന്നത് എന്നോട് ആണ്. പിന്നെ എന്നെ ചാനലിൽ നിന്ന് പറഞ്ഞപ്പോഴും എന്നോട് പറഞ്ഞു ഇദ്ദേഹമാണ്. എന്താ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര്? മറ്റേ അർജുൻ പൂജയുടെ അർജ. ഇത് ഞങ്ങളുടെ ഓഡിയൻസ് എങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ അർജ ഫാൻസിന് വേണ്ടിട്ട് നിങ്ങളുടെ റിക്വസ്റ്റ് കൊണ്ട് ഞാൻ എടുത്ത ഇന്റർവ്യൂ അത് ഞാൻ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഓക്കെ, നമ്മൾ എല്ലാ വർഷത്തെ പോലെ ഒരു ഓണം ദുരന്തമാക്കി തന്നു, അതുപോലെ ക്രിസ്മസും ദുരന്തമാക്കി തന്നതിന് വളരെയേറെ നന്ദി. അടുത്ത ഓണത്തിന് പരിസരത്തെങ്ങാനും വിഷുണ്ട് ഞങ്ങള് വേറെ ആരെങ്കിലൊക്കെ നോക്കി. അതെ, ഇതിന് മുന്നത്തെ ഓണം ഞങ്ങള് ഒരു എപ്പിസോഡ് നമ്മള് സ്വന്തമായിട്ട് ഞങ്ങള് സ്വന്തമായിട്ട് ആങ്കർ എപ്പിസോഡ് അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ വിട്ടു കട്ട്. ശരി, ഹാപ്പി ന്യൂ ഇയർ. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, കേരളത്തിൽ എല്ലായിടത്തും.